ബൺ മസ്ക ഉണ്ടാക്കാം. അതെ, അൺസോൾട്ടഡ് ബട്ടറും ബണ്ണും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും മാത്രമേ ആവശ്യമുള്ളൂ ബൺ മസ്ക ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും ആഡ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ഇത് ഓപ്ഷണൽ മാത്രമാണ്. നമുക്ക് ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും നന്നായി ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് റെസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ്സ് നമുക്ക് നന്നായി ബട്ടറിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. കുറച്ചധികം ഫില്ലിങ്സ് തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ സൈഡിലൊക്കെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ നമുക്ക്. സംഭവം അത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ബൺ മസ്ക റെഡി. ബണ്ണ് മുക്കി കഴിക്കാൻ നമുക്ക് ഇറാനി ചായ ഒന്ന് ട്രൈ ചെയ്താലോ? ബൺ മസ്ക ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ ഈസിയാണ് ഇറാനി ചായ ഉണ്ടാക്കാനായിട്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലോട്ട് തേയിലപ്പൊടിയും ഏലക്കയും പഞ്ചസാരയും ഇട്ട് തിളച്ച് വരുമ്പോൾ പാലൊഴിച്ചു കൊടുക്കാം. ശേഷം അടച്ചു വെച്ച് പൊങ്ങി വരുമ്പോൾ നമുക്കത് കപ്പിലോട്ട് മാറ്റാം. എന്നിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുത്താൽ ഇറാനി ചായ റെഡിയായി. ഈ ഇറാനി ചായ എൻ്റെ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. വളരെ ഈസി വേർഷൻ ഓഫ് ഇറാനി ചായയാണ് ഞാൻ ട്രൈ ചെയ്തത്. എന്നാൽ ടേസ്റ്റിന് ഒട്ടും തന്നെ കുറവ് വന്നിട്ടില്ല. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഒന്നും തന്നെ പറയാനില്ല. ഇറാനി ചായയിൽ മുക്കി കഴിക്കുമ്പോൾ ആ ബൺ മസ്കയ്ക്ക് ഒരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വെറുതെ ആണോ ഈ സാധനം ഇത്രയും വൈറലായത്? അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ടാറ്റാ.